നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹരായവർക്ക് നിയമനാനുസൃതമായ സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ലെന്നും ജില്ലാ കളക്ടർ. ജില്ലാതല വിജിലൻസ് യോഗം പാലക്കാട്. വരവൂർ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പാനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ പുറത്ത്. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അധ്യാപകനായ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുടർക്കഥയായതോടെ ദൃശ്യങ്ങൾ പകർത്തിയത് വിദ്യാർത്ഥികൾ. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തായതോടെ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് കാൽനടയാത്ര പോലും ദുരിതത്തിലാക്കുകയാണെന്നും പ്രദേശവാസികൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് വാക്ക് നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ വാക്കും പാഴ്വാക്കായെന്നും നാട്ടുകാർ. പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ മോഷണ ശ്രമം. മോഷണം അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മാസങ്ങളായി ആൾ താമസമില്ലാത്ത വീടുകളിലാണ് മോഷണ ശ്രമം നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ. രാത്രികാല പരിശോധന ഊർജിതമാക്കുമെന്ന് പോലീസ്. കല്ലേക്കാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ പറഞ്ഞു. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹരായവർക്ക് നിയമനാനുസൃതമായ സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ലെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഇതും വന്നില്ലെങ്കിൽ അത് നാളെ വിജിലൻസിന്റെ പദവിയിലേക്ക് വരും. ക്യാഷ്, കൈൻഡ്, ഫേവർ, ബയാസ്, നെപ്പോട്ടിസം, ഇതെല്ലാം തന്നെ കറപ്ഷന്റെ പാട്ടാണ്. എന്റെ ഒരാളെ കയറ്റാനായിട്ട് ഞാൻ വഴങ്ങിക്കൊടുക്കുക, പ്രഷറൈസ് ചെയ്യുക, ഉദ്യോഗസ്ഥന്മാരെ ഹരാസ് ചെയ്യുക, കൊടുത്തേ മതിയാവും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പുറത്താക്കും, നിന്നെ ഉപദ്രവിക്കും, നിന്നെ ഭീഷണി, അങ്ങനെയുള്ള ഭീഷണിയൊക്കെ തന്നെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇതിലേക്ക് വരാം. ഈ VSCBയുടെ ഈ ഒരു ക്വാർട്ടർലി ജില്ലാതല കമ്മിറ്റി വളരെ പ്രസക്തമായ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു ഫോറമാണ്. ഇതിൽ ജനപ്രതിനിധികൾ കാണും, നമ്മുടെ ജനങ്ങളുണ്ടാകും, ഡിപ്പാർട്ട്മെന്റ്സും കാണും. ഏതെങ്കിലും കാതല ഇഷ്യൂസ് നമുക്ക് ഇവിടെ വെച്ച് പരിഹരിക്കാൻ പറ്റുന്ന ഇവിടെ വെച്ച് പരിഹരിക്കാം, ഇല്ലെങ്കിൽ അതാത് വകുപ്പുകൾ അത് ഏറ്റെടുക്കുകയും ഇൻഡിവിജ്വൽ കേസാകാം, ഗ്രൂപ്പ് കേസാകാം, അതിന്റെ ഒരു പരിഹാര മാർഗം അടുത്ത പൊതുജനങ്ങൾക്ക് നൽകേണ്ട സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ പറഞ്ഞു. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹരായവർക്ക് നിയമാനുസൃത സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യക്ഷമതയും സുഗമവും സുതാര്യവുമായ രീതിയിൽ സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ബന്ധപ്പെട്ട ചേർന്ന ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. അനധികൃത ക്വാറി പ്രവർത്തനങ്ങൾ, റീസർവേ, ജാതി സർട്ടിഫിക്കറ്റിലെ അപാകതകൾ, ഡാമിൽ നിന്നും അനധികൃത മണലെടുപ്പ്, KSRTC സർവീസിലെ പ്രശ്നങ്ങൾ, വിവിധ അനുമതികൾ നൽകുന്നതിലെ കാലതാമസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ 13 പരാതികൾ സമിതിയിൽ ലഭിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് U. സുജിത്ത്, U. ശ്രീജിത്ത്, കമ്മിറ്റി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരവൂരിൽ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ പുറത്ത്. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്. അധ്യാപകനായ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുടർക്കഥയായതോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ പുറത്തായതോടെ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. ദൃശ്യങ്ങൾ പുറത്തായതോടെ പ്രതിഷേധവുമായി കുട്ടികളുടെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ വിദ്യാലയത്തിലെത്തി. സംഭവം വല്ലാതെ വേദനിപ്പിച്ചെന്നും ഇനി ഒരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കുട്ടിയുടെ പിതാവ് വരവൂർ സ്വദേശി ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരാതിയായിട്ട് പോകാൻ കാരണം നമ്മളുടെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല, അതാണ് മെയിനായിട്ട്. പിന്നെ ഇത് ഇനി നാളെ മേലാക്കാൻ ഇത് ആവർത്തിക്കരുത് വേറെ കുട്ടിക്ക്. പിന്നെ ഫോണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാഷിൻ്റെ അത്രയും ക്രൂരത കൊണ്ടായിരിക്കാം പിള്ളേരാണ് എടുത്തിട്ടുണ്ടായി. CPM വരവൂർ ലോക്കൽ സെക്രട്ടറി MR രതി മോഹൻ, വരവൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NS സജീഷ്, PK യശോദ, കാഴ്ചപരിമിതിയുള്ളയാളാണ് കുട്ടിയെ മർദ്ദിച്ച അധ്യാപകൻ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ, ചെറുതുരുത്തി പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ.
വരവൂരിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ ഇടപെട്ടു. അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി. തൃശൂർ ജില്ലയിലെ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ചൂരൽ കൊണ്ടടിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് കാൽനടയാത്ര പോലും ദുരിതത്തിലാക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന വാക്ക് നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ വാക്കും പാഴ്വാക്കായെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽപ്പെട്ട അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡാണ് കാൽനടയാത്ര പോലും കഴിയാതെ പ്രദേശവാസികൾ മഴക്കാലത്ത് ദുരിതത്തിലായത്. ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് റോഡ്. കൂടാതെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത്. അകലൂർക്കാവ് 2ാം വില്ലേജിലേക്ക് എത്തപ്പെടുന്ന റോഡ് കൂടിയാണിത്. നിരവധി പരാതികളടക്കം പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും നൽകിയെങ്കിലും ഒരു നടപടിയും ഇന്നേവരും ഉണ്ടായിട്ടില്ലത്രേ. കുണ്ടും കുഴിയും ചെളിവെള്ളവും നിറഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കാനാകാത്ത അവസ്ഥയിലാണ്. ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാറില്ല. മാറി വന്ന ജനപ്രതിനിധികളൊന്നും തന്നെ ഇതിനു വേണ്ട നടപടിയെടുക്കുന്നില്ല. സംഭവം കഴിഞ്ഞ ഗ്രാമസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി കോറി വേസ്റ്റ് ഇടാമെന്ന് ഉറപ്പ് നൽകിയത്രേ. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞിട്ടും ഇന്നേവരെ നടപടിയുണ്ടായില്ലെന്ന് ഇവർ പരാതിപ്പെട്ടു. മഴക്കാലമായതോടെ റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. 43 കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അകലൂർക്കാവുന്ന സെക്കൻഡ് വില്ലേജിലേക്ക് പോണ നായടിക്കുണ്ട് ഭാഗത്ത് കൂടെ പോണ റോഡ്. ഇവിടെ ഒരു 10-30 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഉള്ള വഴിയാണിത്. ഭരണകർത്താക്കൾ മാറി മാറി വരും, നമുക്ക് കാര്യമില്ല. പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ പാർട്ടിക്കാർ 1-2 പ്രാവശ്യം എന്നോടും പറഞ്ഞു കോറി വേസ്റ്റ് കൊണ്ടുവരാൻ ചേച്ചി, ആള് NSSന്റെ കുട്ടികളെയും വിടാം, നിങ്ങൾ സഹകരിക്കുമോ ചോദിച്ചു. എപ്പോൾ കൊണ്ടുവന്നാലും ഞങ്ങൾ സഹകരിക്കുക, ആളില്ലെങ്കിലും ഞങ്ങൾ വണ്ടിയിലിട്ട് തന്നാൽ ഞങ്ങൾ നിരത്താൻ തയ്യാറാണ്. പക്ഷെ അതുവരെ ആരും ഒരു ഇതും പറഞ്ഞിട്ടുമില്ല, ആരും തീരെ വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അതെന്തോ ചെയ്തു തരുന്നിട്ട് റോഡ് വരുമ്പോഴേക്കും ഈ ചളി ഒന്ന് തരണം, കുറച്ച് കോറി വേസ്റ്റ് വിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു ഉപകാരമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് പ്രദേശത്തെ ആളുകൾ ബാനർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉറപ്പു നൽകിയതോടെ ബാനർ മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതും പാഴായി. 6 മാസമായി ഇപ്പൊ റോഡ് പണിയും കനാല് പണിയും പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ ഇത് അപേക്ഷ കളക്ടറേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ നേരാക്കി തരാം 3 പാർട്ടിക്കാരും പറഞ്ഞു. വേസ്റ്റ് ആണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞു, വേസ്റ്റ് ആണെങ്കിൽ ഇതുവരെ പാർട്ടിക്കാർ ജയിച്ച മെമ്പർമാരടക്കം ഈ കനാലിൽ തൂർത്തിട്ട് തന്നില്ല. ഞങ്ങൾക്ക് പത്തിരിപ്പാലേക്ക് പോയാൽ വണ്ടി വിളിച്ചാൽ അവിടെ നിന്ന് പഴയലക്കിരിക്ക് വരില്ല, പഴയലക്കിരിൽ നിന്ന് വണ്ടി വിളിച്ചാൽ ഈ കനാലിൽ കൂടെ വണ്ടി വരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആ അവസ്ഥകളാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ അതിനൊരു പരിഹാരം കാണണം. റോഡിപ്പോ ഒരു 10-30 കൊല്ലമായി ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഒരു മഴ പെയ്താൽ വെള്ളം നിറയാണ്. സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ വണ്ടി വിളിച്ചാൽ വരുന്നില്ല, സ്കൂൾ വണ്ടികളടക്കം തീരെ വരുന്നില്ല. സ്കൂൾ വണ്ടി വരാത്തതുകൊണ്ട് ഇവിടെ നിന്നുള്ള ആളുകൾ പണി മെനക്കെട്ടിട്ട് കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കുകയാണ്. പണി ടൈമിലാണ് 2-3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരത്തും കൊണ്ടാക്കിയിട്ട് വരുന്നത്. ഒരു കോറി വേസ്റ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇടുന്നില്ല. ഒരു വികസനം ഇവിടെ നടത്തുന്നില്ല. ആകെ വന്നത് ഒരു ലൈൻ പോസ്റ്റാണ് ഈ 40 കൊല്ലത്തിനിടയിൽ കറണ്ട് വന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന വികസനം. കെ അബ്ദുൾ റഹിമാൻ, AP അരവിന്ദാക്ഷൻ, K ശ്രീധരൻ, P അഭിലാഷ്, KV ജാനകി, K ഉഷ, AP ദിവ്യമോൾ, ഷമീർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ മോഷണശ്രമം അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മാസങ്ങളായി ആൾ താമസമില്ലാത്ത 2 വീടുകളിലാണ് മോഷണശ്രമം നടന്നത്. കള്ളന്റെ ദൃശ്യം CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. രാത്രികാല പരിശോധന ഊർജിതമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. മാസങ്ങളായി ആൾതാമസം ഇല്ലാത്ത വീടുകളിലെ വാതിലെ പൂട്ടുപൊളിച്ച് വീടിനകത്ത് കയറിയെങ്കിലും അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. മോഷണം നടന്ന വീടിന്റെ അയൽവാസി പുലർച്ചെ എഴുന്നേറ്റപ്പോഴാണ് ആൾതാമസമില്ലാത്ത അടുത്ത വീട്ടിൽ വെളിച്ചമുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് മതിലിന് മുകളിൽ ഒരു ബാഗ് ഇരിക്കുന്നതും കണ്ടു. തുടർന്ന് തൊട്ടടുത്ത അയൽവാസിയെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനിടയിൽ മതിലിരുന്ന ബാഗ് കാണാതായി. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ആൾതാമസമില്ലാത്ത മറ്റൊരു വീട് കൂടി ഉണ്ടെന്നറിയുന്നത്. അവിടെ പരിശോധിച്ചപ്പോഴും വാതിലിന്റെ പൂട്ട് പൊളിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് അവിടെ എത്തി വാതിൽ അടയ്ക്കുമ്പോഴേക്കും ശബ്ദം കേട്ട കള്ളൻ ഓടുകയായിരുന്നു. പോലീസും നാട്ടുകാരും പിറകിലോടി കള്ളനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. മോഷണം നടന്ന വീടുകളിലെ CCTVയിൽ കള്ളന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടത്തുന്നതിനോടൊപ്പം രാത്രികാല പരിശോധന ഊർജിതമാക്കാനും പോലീസ് തീരുമാനിച്ചു. കല്ലേക്കാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്.
കല്ലേക്കാട് മുരുകൻ കോവിലിന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും തെന്നിമാറി പാടത്തേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ റദ്ദാക്കാൻ ഇടയായത് വൈദ്യുതി ക്ഷാമത്തിന് ഇടയാക്കിയെന്ന് AITU ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ പറഞ്ഞു. ജനറേറ്റർ മാറ്റി സ്ഥാപിച്ചിട്ടും മൂഴിയാർ പദ്ധതിയിൽ ഉൽപ്പാദനം കുറഞ്ഞതെന്തെന്ന് പരിശോധിക്കപ്പെടണമെന്നും മുരളീധരൻ പറഞ്ഞു. KSEB ഓഫീസേഴ്സ് ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി വിൽക്കുകയും അതിൻ്റെ പ്രതിഫലം വാങ്ങുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇതുകൂടിയിട്ടുള്ള പ്രതിസന്ധികൾ ഒരു പക്ഷേ യാദൃശ്ചികമായി ഉണ്ടായ പ്രതിസന്ധിയാണെന്ന് കാണാൻ കഴിയും. നമ്മൾ കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ വായിച്ചൊരു വാർത്ത, കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി വൈദ്യുതി ബോർഡും വൈദ്യുതി വിൽക്കുന്ന കമ്പനികളുമായി ഉണ്ടാക്കിയ 2 കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദ് ചെയ്തു എന്ന് പത്രങ്ങളിൽ വാർത്ത വായിക്കുന്നുണ്ട്. റദ്ദ് ചെയ്യാനുണ്ടായ കാരണം നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചുള്ള കരാർ അല്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വൈദ്യുതി കിട്ടാനുണ്ടായിരുന്ന സാഹചര്യം നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സ്വാഭാവികമായും മൺസൂൺ സമയത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് പോലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത് യാദൃച്ഛികമല്ല. കരാർ വ്യവസ്ഥ കൃത്യമല്ലെന്ന പേരിലാണ് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ദീർഘകാലത്തേക്ക് കിട്ടുമായിരുന്ന കരാറുകൾ റദ്ദു ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സുലേറ്ററി കമ്മീഷൻ യഥാസമയം കരാറുകൾ പരിശോധിക്കാതിരുന്നത് എന്തെന്ന് വ്യക്തമാക്കണം. വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി മൂഴിയാറിൽ മാറ്റി സ്ഥാപിച്ച ജനറേറ്റർ ഇടപാടിലും ക്രമക്കേട് നടന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്ത. അധിക വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി ചെലവിന്റെ ഭാരം വരുന്നത് ഉപഭോക്താക്കൾക്കാണ്. വൈദ്യുതി ഇടപാടുകൾ അന്വേഷിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണമെന്നും മുരളീധരൻ നായർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ദിനേശ് കുമാർ KR അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK ശശിധരൻ, കേന്ദ്ര കമ്മിറ്റി അംഗം MG അനന്തകൃഷ്ണൻ, മുഹമ്മദ് മുസ്തഫ, KR മോഹൻദാസ്, ആനന്ദൻ, ബാബു പോൾ മാവേലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോകത്തിലെ ഏറ്റവും മികച്ച മോട്ടിവേഷൻ ഗ്രന്ഥമാണ് ഭഗവത്ഗീതയെന്ന് രമേശ് പിഷാരടി MLA. നവോത്ഥാന മേഖലയിൽ മികച്ച പങ്കാളിത്തം നേടിയ സംഘടനയാണ് NSS എന്നും MLA പറഞ്ഞു. പാലക്കാട് താലൂക്ക് NSS യൂണിയനിലെ 92 കരയോഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിലെ ആഭിമുഖ്യത്തിൽ നടന്ന ഗുരുപൂർണിമ ദിനാചരണം MLA ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. നവോത്ഥാന മേഖലയിൽ സജീവമായ പങ്കാളിത്തം തുടരുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഘടന. അങ്ങനെ നമ്മൾ സംഘടിച്ചുകൊണ്ടാണ് പല നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സംഘടിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അവിടെയും നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഭഗവത്ഗീതയുടെ ഒരു വലിയ പാരായണം നിങ്ങളിലൂടെ നടത്തുന്നു. എനിക്ക് തോന്നുന്നൊരു വലിയ കാര്യം, ഇന്ന് വളരെ സുലഭമായ പോപ്പുലറായ വാക്കുകളിൽ ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു മോട്ടിവേഷൻ ബുക്ക് എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. ഒരാൾ തളർന്നിരിക്കുമ്പോൾ മറ്റൊരാൾ ഈ തളർച്ച ശരിയല്ലെന്നും നമ്മൾ മുന്നിലേക്ക് പോകേണ്ടതുണ്ടെന്നും ലക്ഷ്യം വളരെ പ്രാധാന്യമുള്ളതാണെന്നും പലതരത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവത്ഗീതയുടെ ആത്യന്തികമായ ഒരു ഉള്ളടക്കം എന്ന് പറയാതെ വയ്യ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മോട്ടിവേഷനും ഇല്ല. നമ്മുടെ അച്ഛനമ്മമാർ വളർത്തുമ്പോൾ അർഹിക്കാത്തത് ആഗ്രഹിക്കരുത്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച കാരണം നമ്മൾ വളരെ ലിമിറ്റ് വെച്ചാണ് ആഗ്രഹിച്ചത് പോലും. പിന്നെ വേണമല്ലോ നമ്മൾ നേടിയെടുക്കാൻ. ഇത് നമുക്ക് ആഗ്രഹിച്ചതാണോ, ഇത് നമുക്ക് അർഹതയുള്ളതാണോ, ഇത് നമ്മൾ ആഗ്രഹിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് വളരെ ഭയന്നാണ് ആഗ്രഹിച്ചിരുന്നത്. നേടുന്നതൊക്കെ പിന്നെ ഇവിടെ കിടക്കുന്നൊരു കാര്യമാണ്. അവിടെ നിന്നും ഇന്ന് നമുക്ക് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ ആഗ്രഹം. എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും വഴികാട്ടുന്നത് നന്മയുടെ മാർഗമാണ്. അനീതിയുടെയും ധിക്കാരത്തിന്റെയും അനന്തരഫലം എന്താവുമെന്ന് ഭഗവത്ഗീത മനുഷ്യരാശിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യായുസ് എന്താവണമെന്നും എന്തിനാവണമെന്നും എങ്ങനെയാവണമെന്നും പറയുന്ന ഭഗവത്ഗീത സാമൂഹിക കാഴ്ചപ്പാടിന്റെ ദർശനമാണെന്നും MLA രമേശ് പിഷാരടി പറഞ്ഞു. പാലക്കാട് നഗരസഭാ ചെയർമാൻ P. സ്മിതേഷ് മുഖ്യാതിഥിയായി. AM പ്രഭാകരൻ നായർ ഭഗവത്ഗീതയുടെ പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P. നടരാജൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് J. ബേബി, ശ്രീകല എന്നിവർ പ്രസംഗിച്ചു. 3 വർഷങ്ങൾ കൊണ്ട് ഭഗവത്ഗീത ജ്ഞാനം എല്ലാ കരയോഗങ്ങളിലും എത്തിക്കുന്ന പരിപാടികളുടെ ഭാഗമായി കുട്ടികളടക്കം 3000-ഓളം സമുദായാംഗങ്ങൾ പങ്കെടുത്ത ഭഗവത്ഗീത ആലാപന യജ്ഞം നടന്നു. യൂണിയൻ ഭാരവാഹികളായ R. ശ്രീകുമാർ, R. സുകേഷ് മേനോൻ, P. സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ്, R. ബാബു, സുരേഷ്, V. രാജ്മോഹൻ, M. ഉണ്ണീഷൻ, T. മണികണ്ഠൻ, C. കരുണാകരനുണ്ണി,
എ അജി, സി വിപിനചന്ദ്രൻ, കെ പ്രദീപ് കുമാർ, രമേശ് അല്ലത്ത്, സി എൻ പ്രസന്നകുമാർ, എം സുരേഷ് കുമാർ, ബാലകൃഷ്ണൻ കൂട്ടാല, എം വത്സലകുമാർ, വി ജയരാജ്, അനിത ശങ്കർ, രാജേശ്വരി ടീച്ചർ, വത്സല ശ്രീകുമാർ, വത്സല പ്രഭാകരൻ, വി നളിനി, സുനിത ശിവദാസ്, എസ് സ്മിത, വിജയകുമാരി വാസുദേവൻ, പ്രീതി ഉമേഷ്, സിന്ധു രമേശ്, ജയന്തി മധു, സുനന്ദ ശശി എന്നിവർ ഗുരുപൂർണിമ ദിനാചരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാമൂഹിക പുരോഗതി ലക്ഷ്യമിച്ചുള്ള ദേശീയ സമ്പാദ്യ പദ്ധതി തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ. സാധാരണക്കാരുടെ ബാങ്കിംഗ് സംവിധാനമായ ദേശീയ സമ്പാദ്യ പദ്ധതി തകർക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം PN മോഹൻ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ നമ്മുടെ CITUവിന്റെ സംസ്ഥാന സെക്രട്ടറിയെ ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി നിന്നിട്ടുള്ള CITUവിന്റെ സെക്രട്ടറിക്ക് വിളിച്ചുകൊണ്ടുപോയി ഇരിക്കുകയാണ്. അയാളെയൊക്കെ വിട്ടയക്കണമെന്ന് പറയാനാണ് ചെന്നത്. എവിടേക്കാണ് കൊണ്ടുപോയത് എന്ന് പോലും അറിയാതെ അത്രയും ഭീകരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിലാളികൾക്ക് നേരെ നടത്തുന്ന ഭരണകൂടത്തിന്റെ എല്ലാ ചെയ്തികളും യാതൊരു തരത്തിലും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിന്റെ സമീപനം ഈ രാജ്യത്തെ തൊഴിൽ മേഖലയെ അപ്പാടെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അടിയന്തരാവസ്ഥ സമയത്താണ് നാവെടുക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയെക്കാളും ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിലെ തൊഴിലാളി വർഗം ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. തൊഴിലാളി വർഗം മാത്രമല്ല, വിദ്യാഭ്യാസത്തെ സ്വകാര്യവൽക്കരിക്കുന്ന സമീപനം ഒരു വശത്ത് നടക്കുമ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിക്കൊണ്ടിരിക്കല്ലേ. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം രാജ്യം കണ്ടില്ലേ? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളല്ലേ ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയത്. അതിന് ശേഷം അവരുടെ മുന്നിൽ മുട്ടുമടക്കിയില്ലേ? ഇന്ത്യ രാജ്യത്ത് കർഷകരുടെ അതിശക്തമായിട്ടുള്ള സമരം ഉയർന്നു വന്നില്ലേ? വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉയർന്നു വന്നില്ലേ? സ്ത്രീകൾ തൊഴിലെടുക്കുകയും ധനസമാഹരണത്തിനായി സ്ത്രീകൾ അടവുകാരാകുകയും ചെയ്യുന്ന ദേശീയ സമ്പാദ്യ പദ്ധതി സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലൊന്നാണ്. പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന ദേശീയ സമ്പാദ്യ പദ്ധതി തകർക്കപ്പെടുന്നതോടെ ഗ്രാമീണ സാമ്പത്തിക സുരക്ഷിതത്വത്തിനെ തന്നെ തകർക്കലാണ്. അതേപോലെ ഏജന്റുമാരുടെ കമ്മീഷൻ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാതിരുന്നതും തടയുന്നതും ഗ്രാമീണ മേഖലകളിലേക്ക് കോർപ്പറേറ്റുകളെ കടത്തിവിടാനുള്ള മാർഗമൊരുക്കലാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ മേഖലകളെ തെരഞ്ഞുപിടിച്ച് സ്വകാര്യവൽക്കരണം നടത്തുന്നത് രാജ്യത്തിന് ആപത്താണെന്നും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് ആവശ്യമാണെന്നും മോഹനൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അനിത അധ്യക്ഷത വഹിച്ചു. NFPE സംസ്ഥാന കമ്മിറ്റി അംഗം P ശിവദാസ്, ജില്ലാ സെക്രട്ടറി PK സുശീല, ഗിരിജ, സരിത, ബേബി, പുഷ്പലത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവില്ലാമല ലയൺസ് ക്ലബ്ബും അഹല്യ ആശുപത്രിയും സംയുക്തമായി ലക്കിടി NSS കരയോഗത്തിൽ 7 ഡേ ഗ്ലോബൽ സർവീസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഭക്ഷ്യക്കിറ്റ് വിതരണം, സാമ്പത്തിക സഹായ വിതരണം, വൃക്ഷത്തൈ വിതരണം എന്നിവയും നടന്നു. എല്ലാ അർത്ഥത്തിലും GSTയുടെ പേരിൽ ഡിസ്ട്രിക്റ്റിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ കൂടാതെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടിരിക്കുന്നത് GST ഒരുമിച്ചാണ് അതിനനുസരിച്ചാണ് ഞങ്ങളെ എല്ലാവരും വിളിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട RC ലാൻഡ് കൃഷ്ണകുമാർജിയോട് പ്രത്യേകം GSTയുടെ പേരിലുള്ള നന്ദി. പ്രിയപ്പെട്ട മനോജ് കുമാർ സോൺ ചെയർപേഴ്സൺ, ഒപ്പം തന്നെ വളരെ കൃത്യമായി എങ്ങനെ പോകണമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട മനോജ് ഞങ്ങൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞാനുണ്ട്, പ്രിയപ്പെട്ട ഷാജിയുണ്ട്, ചൈൽഡ് ക്യാൻസറിന്റെ കോർഡിനേറ്റർ സോളിയുണ്ട്, പരിസ്ഥിതിയുടെ എൻവയോൺമെന്റ് പ്രോജക്റ്റിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിദ്യാലയത്തിൽ 4 പേര് തൃശ്ശൂരിൽ നിന്ന് പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ 4 പേരുള്ളത് 6 പേരായി മാറി, 7 പേരായിട്ട് മാറി. അവിടെ അശോകേട്ടൻ വിഷന്റെ ശക്തനായ ലീഡർ ഡിസ്ട്രിക്റ്റിന്റെ തന്നെ അശോകേട്ടനുണ്ട്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സൂര്യവൃത്തിന്റെ വഴിയായോ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് വടക്കാഞ്ചേരി എല്ലാം കൊണ്ടും ഈ ക്ലബിന്റെ ആ മര്യാദകളും കാര്യങ്ങൾ തന്നെയാണ്
പ്രത്യേകമായി ഇവരെല്ലാവരും എല്ലാ അർത്ഥത്തിലും ക്ലബ് അംഗങ്ങൾക്ക് എല്ലാവരും സർവേശ്വരന്റെ ഡിസ്ട്രിക്റ്റിൽ മികച്ച ക്ലബ് എന്നുള്ള പേരും കൊണ്ടുവരാനായി സാധിക്കട്ടെ. വിഷൻ കോർഡിനേറ്റർ MV അശോകൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തെക്കുമംഗലം JBS സ്കൂളിലേക്ക് വൃക്ഷത്തൈ വിതരണം, 5 കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണം, ഉപാസനാ സേവാ സമിതിക്ക് വീൽചെയർ വിതരണം, കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക സഹായ വിതരണം എന്നിവയും നടന്നു. ഹംസ M അലി, KK വിദ്യാധരൻ, KP ഷാജി, CA പോളി, ഉണ്ണി വടക്കാഞ്ചേരി, ലയൺസ് ക്ലബ് പ്രസിഡന്റ് R ഷൈജു, സെക്രട്ടറി N പ്രവീൺ, സഞ്ജു കൊളത്തൂർ, കൃഷ്ണകുമാർ പുലേരി, മനോജ് കുമാർ തീരാത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ K സുധീർ. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹരായവർക്ക് നിയമനാനുസൃതമായ സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ലെന്നും ജില്ലാ കളക്ടർ. ജില്ലാതല വിജിലൻസ് യോഗം പാലക്കാട്. വരവൂർ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പാനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ പുറത്ത്. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അധ്യാപകനായ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുടർക്കഥയായതോടെ ദൃശ്യങ്ങൾ പകർത്തിയത് വിദ്യാർത്ഥികൾ. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തായതോടെ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് കാൽനടയാത്ര പോലും ദുരിതത്തിലാക്കുകയാണെന്നും പ്രദേശവാസികൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് വാക്ക് നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ വാക്കും പാഴ്വാക്കായെന്നും നാട്ടുകാർ. പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ മോഷണശ്രമം. മോഷണം അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മാസങ്ങളായി ആൾ താമസമില്ലാത്ത വീടുകളിലാണ് മോഷണശ്രമം നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ. രാത്രികാല പരിശോധന ഊർജിതമാക്കുമെന്ന് പോലീസ്. കല്ലേക്കാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.